15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഫ്രം സ്ക്രാച്ച് ഒരു ഫസ്റ്റ് ജനറേഷൻ വിമൻ ഓൺടർപ്രണർ ഹു ഹാസ് ക്രിയേറ്റഡ് എ ബ്രാൻഡ് ഔട്ട് ഓഫ് കേരള. ഒരു പേര് നിങ്ങൾ പറയാൻ പറഞ്ഞു. വളരെ അപൂർവമായിരിക്കും. കേരളത്തിലുണ്ടോ അങ്ങനെ? അതായത് നിങ്ങൾക്കൊരാശയമുണ്ടെങ്കിൽ ആ ആശയത്തിന് സർക്കാർ 3 ലക്ഷം വരെ ഗ്രാൻഡ് കൊടുക്കുന്നു. നമുക്ക് ഒരുപാട് ഗ്രാൻഡ് തരും, ഒരുപാട് ലോൺസ് തരും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിന്റെ പുറകെ നടന്ന് ചെരുപ്പ് തേയുക എന്നുള്ളതല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരാശയവുമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ലക്ഷം രൂപ എടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇതെല്ലാം ഞാനും വീണയും മറ്റുള്ള നാട്ടുകാരും എല്ലാം അടയ്ക്കുന്ന ടാക്സ് പേയേഴ്സ് മണിയാണ് നമ്മൾ ഈ ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. ഒരു സിനിമയിൽ ജയറാം പാർവതിയോട് പറയുന്നുണ്ട്, നീ ഒരു മാസം ഉണ്ടാക്കുന്ന കാശ് ഞാൻ മര്യാദയ്ക്ക് കച്ചവടം ചെയ്താൽ ഒരു ദിവസം പലരും കടയിൽ നിന്ന് ഉണ്ടാക്കും. ഒരു മുറുക്കാൻ കടയിൽ നിന്ന് ആക്ച്വലി യു ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണി. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പേരന്റിങ്. അച്ഛനും അമ്മയും എല്ലാ കാലത്തും പറയുന്നത് നിങ്ങൾ ബിസിനസ്സുകാരനാവാനല്ലല്ലോ. കുട്ടിക്കാലത്ത് നമ്മളോട് അച്ഛനും അമ്മയും പറയുന്നതെന്ന് പറഞ്ഞാൽ പഠിച്ച് ജോലി നേടുക എന്നുള്ളത് മാത്രമാണ്. Nobody asks you to become a businessman. ഒരു ബിസിനസ്സുകാരനോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിഭീകരമായ ടാക്സ് ആണ്, നമ്മൾ അവിടെ ടാക്സ് അടയ്ക്കണം, അതടയ്ക്കണം, ഇതടയ്ക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ കച്ചവടക്കാരുടെ എല്ലാം കാശുണ്ടല്ലോ. പരാതിയൊക്കെ നിലനിൽക്കുന്നെങ്കിൽ എല്ലാവരും ബെൻസും ജാഗ്വറും ഒക്കെ ഓടിച്ച് നടക്കുന്നില്ലേ? നമ്മളെല്ലാ കാലവും ത്രൈവ് ചെയ്തിരുന്നത് ഒരു മൈഗ്രേറ്ററി ട്രെൻഡ് വെച്ചിട്ടാണ്. ഒരു കാലത്ത് അത് മദ്രാസിലേക്കും ബോംബെയിലേക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് ഗൾഫിലേക്കായി, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് US-ലേക്കും മറ്റ് യൂറോപ്യൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളിൽ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു. ഇപ്പം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് ഡീ ഗ്ലോബലൈസേഷൻ ട്രെൻഡാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് നമ്മൾക്ക് ജോലി എടുക്കേണ്ട ഒരു സെനാറിയോ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. AI എന്ന് പറയുന്ന അതൊരു വലിയ ട്രാൻസ്ഫോർമേഷനാണ്. ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ AI ഉപയോഗിച്ച് എനിക്ക് ചെയ്യാം. കാരണം പണ്ട് എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ 1-2 മണിക്കൂർ നീളുന്ന ഒരു പ്രോസസ്സിലേ എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ ക്യാൻവയിലേക്ക് കയറുന്നു, 5 മിനിറ്റ് കൊണ്ട് എനിക്കൊരു പോസ്റ്റർ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ, പാട്ടും ഡിസൈനും വീഡിയോയും എല്ലാം അടങ്ങുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിം എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ അല്പം മെനക്കെട്ടാൽ എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ലോകത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ബിസിനസ് നടത്തി നോക്കണം എന്നുള്ളത്. പക്ഷെ പല പല കാരണങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കും. ഒന്നുകിൽ അതിന് ഭയങ്കരമായ പ്രവർത്തന മൂലധനം ആവശ്യമാണ്, അല്ലെങ്കിൽ തൊഴിലാളികളെ ആവശ്യമാണ്, അതല്ലെങ്കിൽ ഇനി ഞാനും പരാജയപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള കുറേ പേടികളാണ് നമ്മളെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു കുഞ്ഞാശയമുണ്ടെങ്കിൽ അതിനെ വലിയ ഒരു കമ്പനിയാക്കി മാറ്റാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സഹായങ്ങളുമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്നത്. സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. താങ്ക് യു. ഞാൻ ഒരു നെഗറ്റീവ് ചോദ്യത്തിൽ തുടങ്ങട്ടെ. ബിക്കോസ് സാറിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ നമ്മളെല്ലാത്തിൻ്റെ ഇതിന്റെ പോസിറ്റീവ്സ് മാത്രം പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും, നമുക്ക് ഒരുപാട് ഗ്രാൻഡ് തരും, ഒരുപാട് ലോൺസ് തരും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിന്റെ പുറകെ നടന്ന് ചെരുപ്പ് തേയുക എന്നുള്ളതല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും ഏറ്റവും അധികം ആളുകൾ ഇങ്ങനെ ഒരു കമന്റ് പറയാൻ സാധ്യതയുള്ളത്? അത് ശരിയാണ് സത്യത്തിൽ. കാരണം എനിക്ക് തോന്നുന്നു അതിൽ പാർട്ട്ലി എന്നെ തന്നെ ബ്ലെയിം ചെയ്യണമെന്ന്. ഞാൻ എപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂകളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരാശയമുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിക്കും, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്തു തരും എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡയലോഗ് എന്ന് പറയുന്നത്. ഇത് കേട്ടിരിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, സർ എനിക്ക് ഈ ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കണം എന്നെല്ലാവർക്കും അറിയാം. കാരണം മരുന്നുകൾ പൊതുവേ ബോഡിക്ക് ഡാമേജ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഒരു ഹെൽത്തി ലിവിങ്ങിലേക്ക് നമ്മൾ നീങ്ങണം. അതിന് ആൾക്കാരെ സഹായിക്കാൻ കഴിയുന്ന ഒരു പുതിയ രീതിയിലുള്ള ജിം എനിക്ക് പണിയണം. അതിനുവേണ്ടി എനിക്ക് 3 കോടി രൂപ സാർ സംഘടിപ്പിച്ചു തരണം. അപ്പോൾ എൻ്റെ തിരിച്ചുള്ള ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. പക്ഷേ എനിക്കിത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അറിയാം. ഇങ്ങനെ വരുന്ന ഒരാൾക്ക് നമുക്ക് 3 കോടി രൂപ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ആൾക്കാരുടെ എന്താണ് കിട്ടുക എന്നുള്ള പ്രതീക്ഷകളെ ഒന്ന് കട്ടു സൈസ് ആക്കേണ്ടതും എൻ്റെ ഒരു ജോലിയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെ പറയുമ്പോൾ, ഒരു ആശയവുമായി നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതിൽ 1-2 കാര്യങ്ങൾ അസസ് ചെയ്യും.
ഒരാശയവുമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ലക്ഷം രൂപ എടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇതെല്ലാം ഞാനും വീണയും മറ്റുള്ള നാട്ടുകാരും എല്ലാം അടയ്ക്കുന്ന ടാക്സ് പേയേഴ്സ് മണിയാണ് നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന കാശിൽ നിന്ന് ഒരു കമ്പനിയോ അതിൽ നിന്ന് തൊഴിലുകളോ അതിൽ നിന്ന് വെൽത്തോ ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൂടി നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് അസസ് ചെയ്യുന്നത്, ഈ വരുന്ന ആൾക്ക് ഈ ആശയത്തിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയുമോ, ഒരു ഉൽപ്പന്നത്തിൻ്റെയോ ഒരു സേവനത്തിൻ്റെയോ രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അസസ്മെൻറ്റ് നമ്മൾ നടത്തും. ആ നടത്തലിൻ്റെ ഭാഗമായി ഈ വരുന്നതിൽ നിന്നും പ്രോബബ്ലി ഒരു 80-90% ആൾക്കാർ ഒഴിവാക്കപ്പെടും. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊണ്ടുവന്ന ആശയം വെച്ച് ഞാനൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും അത് വിജയിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് നിങ്ങൾക്കിത് കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാശയവുമായി തിരിച്ചു വരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഓൾവേസ് പിവട്ട് ആൻഡ് തിങ്ക്. ഈ പലപ്പോഴും ആശയങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സിലൊരു ആശയം കടന്നുകൂടി കഴിഞ്ഞാൽ അതിനെ വിട്ടുപിടിക്കാൻ പിന്നെ നമ്മൾ അങ്ങനെ തയ്യാറാവില്ല. നമ്മൾ അതിലിങ്ങനെ ഇല്ല, കാക്കയ്ക്കും താൻ കുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ എൻ്റെ ആശയം അടിപൊളി ആശയമാണ്, ഞാൻ അതിൽ പിടിച്ചു തന്നെ നിൽക്കും എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അതൊന്നും എൻ്റർപ്രനോർ ട്രെയ്റ്റ്സ് അല്ല. നമ്മൾ മാറാൻ തയ്യാറാവണം. നമ്മൾക്കൊരു വിമർശനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിമർശനം ഏറ്റുവാങ്ങാൻ തയ്യാറാവണം. അതിനനുസരിച്ച് പുതിയ ആശയങ്ങൾ ജനറേറ്റ് ചെയ്യാൻ തയ്യാറാവണം. അപ്പം അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകണം. അതൊരു റീസണാണ്. വരുന്ന എല്ലാവർക്കും കാശ് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നത്തെ ആ ഒരു ഇൻ്റർവ്യൂ അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കാം. എല്ലാവർക്കും പൈസ കിട്ടില്ല. നിങ്ങൾക്കൊരാശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിക്കാം. സ്റ്റാർട്ടപ്പ് മിഷൻ ആ ആശയത്തിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്ത് അതിൽ കാശ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധ്യതകളുള്ള ആശയത്തിനെ നമ്മൾ ഫണ്ട് ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫണ്ട് ഡിസ്ബേഴ്സ്മെൻറ്റിൽ വരുന്ന താമസങ്ങളാണ്. അത് പക്ഷേ അതൊരു സർക്കാർ പ്രോസസ്സിലുണ്ടാകുന്ന അത് പരമാവധി കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ ഫണ്ട് ഡിസ്ബേഴ്സൽസിലൊക്കെ വരുന്ന കാലതാമസങ്ങൾ കൊണ്ട് ചിലപ്പോൾ കൊടുക്കാനുള്ള കാശ് താമസിക്കുന്ന ഒരു പ്രവണത ചിലപ്പോഴെങ്കിലും വരാറുണ്ട്. എത്രയൊക്കെ ഞാൻ അതിനെ വെറുക്കുന്നുവെങ്കിലും അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഞങ്ങൾ പരമാവധി വി ആർ ട്രൈങ് വെരി ഹാർഡ് ദാറ്റ് ഇറ്റ് വിൽ ബി സ്ട്രീം ലൈറ്റ്. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ സാധാരണ. ഈ ചെരുപ്പ് തേയുന്നത് ഒന്നുകിൽ ആദ്യത്തേത് അല്ലെ രണ്ടാമത്തേതിലാണ് ചെരുപ്പ് തേയുന്നത്. അത് രണ്ടാമത്തെ ചെരുപ്പ് തേയൽ പരമാവധി കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കാം. ആദ്യത്തെ ചെരുപ്പ് തേയൽ അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരുപാട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളോട് പറയാതെ ഇത് പൂർണ്ണമാകില്ല എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ആശയം കൊണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ ഒരു കാര്യം കൂടെ സാർ ഒന്ന് വിശദീകരിക്കാം. അതെ, ഏറ്റവും എളുപ്പത്തിൽ ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പറയുന്ന ഒരു കാര്യം, ഏറ്റവും എളുപ്പത്തിൽ സ്റ്റാർട്ടപ്പ് മിഷനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് grants.startupmission.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി ഒരു ഐഡിയ ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു ആശയമുണ്ടെങ്കിൽ ആ ആശയത്തിന് സർക്കാർ 3 ലക്ഷം വരെ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. ആ ആശയത്തിനല്ല, ആശയത്തിനെ ഉൽപ്പന്നമാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃക സൃഷ്ടിക്കാനായിട്ട്. ആ 3 ലക്ഷത്തിനുള്ളൊരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ പേര്, വയസ്സ്, മറ്റു കാര്യങ്ങൾ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിച്ച് ഡെക്ക്, അതായത് നിങ്ങളുടെ ആശയം എങ്ങനെ നിങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള പ്രസൻറ്റേഷൻ കൂടി ചോദിക്കും. ആ പ്രസൻറ്റേഷൻ ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പലപ്പോഴും ആശയങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. മനസ്സിൽ അതിങ്ങനെ വെയ്ഗായിട്ട് കിടക്കും. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നേരത്തെ വീണ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഉള്ളിൽ ചില ആശയങ്ങളുണ്ട്. അത് കുളിമുറിയിൽ വെച്ചായിരിക്കും വരുന്നത്, അടുക്കളയിൽ വെച്ചായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഓഫീസിൽ വെച്ചായിരിക്കും വരുന്നത്. പക്ഷേ ആ ആശയത്തിനെ നമ്മൾ എവിടെയെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാതെ, അതായത് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അത് എഴുതുക എന്നുള്ളതാണ്. ഒരാശയത്തിനെ പറ്റി നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റക്കാവും. പിന്നെ നമുക്ക് ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വരേണ്ടി വരും. അപ്പം കുറച്ചുകൂടെ നമ്മൾ ആലോചിക്കും അല്ലെങ്കിൽ വായിക്കും. അങ്ങനെ ഒരു പേജ് നമ്മുടെ ആശയത്തിനെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ വ്യക്തതയില്ലാത്ത ആശയത്തിനെ ഒരു വ്യക്തതയുള്ള ആശയമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അവിടെയാണ് ഈ പ്രസൻറ്റേഷൻ്റെയൊക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെയും പ്രസക്തി അവിടെയാണ്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. നമ്മളൊരു കമ്പനി തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കും, അത് എങ്ങനെ വിൽക്കാമെന്നുള്ളതിനെ പറ്റി ആലോചിക്കും, അതിന് മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ആലോചിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മളൊരു എക്സ്പെർട്ട് കമ്മിറ്റി, അതായത് ഇന്നാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ 45 ദിവസത്തിനകം നിങ്ങളെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വിളിക്കുകയും അവർ നിങ്ങളുടെ ആശയത്തിനെ അസസ് ചെയ്യുകയും നിങ്ങൾക്ക് ഗ്രാൻഡ് തരുമോ തരില്ലേ എന്നുള്ള ഒരു ഡിസിഷൻ പറയുകയും ചെയ്യും. അപ്പോൾ ആ തരുമെന്നാണെങ്കിൽ യു ആർ ഇൻ ടു ദ സിസ്റ്റം. ആ പൈസ കിട്ടുന്നു, നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, അതിന് ഒരു KSM യൂണിക് ID കിട്ടുന്നു. പിന്നീട് നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനുകളിലും നിങ്ങൾ ഭാഗമാവും.
അതാണ് എൻ്റെ ഒരു ഏറ്റവും എളുപ്പമുള്ള വഴി. പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ നേരിട്ട് രജിസ്റ്റർ ചെയ്യാം ആസ് എ സ്റ്റാർട്ടപ്പ്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു കമ്പനി ഉണ്ട്, എനിക്ക് ഓൾറെഡി ഒരു ഉൽപ്പന്നമുണ്ട്. സ്റ്റാർട്ടപ്പ് നേഷൻ്റെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി രജിസ്റ്റർ ആസ് എ സ്റ്റാർട്ടപ്പ്. ഈ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് സാറിന് തോന്നിയിട്ടുള്ളത് എന്തായിരിക്കും? നമ്മുടെ പേരൻറ്റിങ്, നമ്മളോട് അച്ഛനും അമ്മയും എല്ലാ കാലത്തും പറയുന്നത് നിങ്ങൾ ബിസിനസ്സുകാരനാവാനല്ലോ. അതായത് ഇപ്പം എനിക്കറിഞ്ഞോ വീണയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. അങ്ങനെ തന്നെയായിരുന്നു കുട്ടിക്കാലത്ത് നമ്മളോട് അച്ഛനും അമ്മയും പറയുന്നതെന്ന് പറഞ്ഞാൽ പഠിച്ച് ജോലി നേടുക എന്നുള്ളത് മാത്രമാണ്. നോബഡി ആസ്ക് യു ടു ബിക്കം എ ബിസിനസ് മാൻ. ട്രഡീഷണലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അവരുടെ അച്ഛനമ്മമാർ കച്ചവടത്തിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ. അതായത് നമ്മൾ എന്താ അതിന് പറയുന്നത്, ജനറേഷണൽ ഓൺടർപ്രണേഴ്സോ ഫാമിലി ഓഫീസേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. എൻ്റെ അച്ഛൻ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ഞാൻ ആ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം കച്ചവടം മാത്രമല്ല, നമുക്ക് എപ്പോഴോ ഒരു ഘട്ടത്തിൽ കച്ചവടം മോശമായി ചെയ്താൽ മാത്രമേ നമുക്ക് അതായത് ബിസിനസ് ഇസ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ കറപ്ഷൻ ആൻഡ് നെപ്പോട്ടിസം ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അഴിമതി കാണിച്ചാലേ നമുക്ക് കച്ചവടം ചെയ്യാൻ കഴിയൂ. അപ്പോൾ പൊതുവെ അത് കാണിക്കാൻ താല്പര്യമില്ലാത്ത ആരും കച്ചവടത്തിലേക്ക് ഇറങ്ങില്ല. അപ്പം ഇപ്പോൾ അത് പതുക്കെ മാറി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ മാറുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാൻ കഴിയും. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നൊരു കാര്യമാണ്, ഇഫ് യു വോണ്ട് ടു മേക്ക് എ ലോട്ട് ഓഫ് മണി എത്തിക്കലി, ബിസിനസ് ഇസ് ദ വേ ടു ഗോ. വേറെ ഒരു ജോലിയിൽ നിനക്ക് അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. കാണുമായിരിക്കും ഒരു ഗൂഗിളിൻ്റെ സിഇഒയോ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒയോ റിലയൻസിൻ്റെ സിഇഒയോ ഒക്കെ ആ പൈസ. പക്ഷെ അത് എത്ര പേർ? മേ ബി ലെസ് ദൻ 1% അല്ലേ? പക്ഷേ ഇഫ് യു ആർ ഒരു പലചരക്ക് കച്ചവടക്കാരൻ, ഒരു സിനിമയിൽ ജയറാം പാർവതിയോട് പറയുന്നുണ്ട്, പാർവതി ബാങ്കിൽ ജീവനക്കാരിയാണ്, ജയറാം പലചരക്കട നടത്തുകയാണ്. അപ്പോൾ പാർവതി ജയറാമിനെ കളിയാക്കുകയാണ്, പലചരക്കടയല്ലേ അത് നിർത്തിക്കൂടെന്നോ അങ്ങനെ എന്തോ ചോദിക്കും. നീ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു മാസം ഉണ്ടാക്കുന്ന കാശ് ഞാൻ മര്യാദയ്ക്ക് കച്ചവടം ചെയ്താൽ ഒരു ദിവസം പലചരക്കടയിൽ നിന്ന് ഉണ്ടാക്കും എന്ന് പറയുന്നത് ശരിയാണ്. ഒരു മുറുക്കാൻ കടയിൽ നിന്ന് ആക്ച്വലി യു ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണി ഇഫ് ഇറ്റ് ഇസ് റണ്ണിങ് വെൽ, റൈറ്റ്? എന്ന് പറയുന്ന പോലെ ബിസിനസ് ഇസ് എ പ്ലേസ് വെർ യു ക്യാൻ എത്തിക്കലി മേക്ക് എ ലോട്ട് ഓഫ് മണി ആൻഡ് പീപ്പിൾ ആർ റിയലൈസിങ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ ഇനി അതിലേക്ക് വെഞ്ചർ ഔട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് സംഭവിക്കേണ്ടത് താഴെ തട്ടില്ല. അതായത് ടീച്ചേഴ്സ്, പേരൻസ്, സൊസൈറ്റി നീഡ് ടു സെലിബ്രേറ്റ് ഓൺടർപ്രണേഴ്സ്. പക്ഷെ അവിടെയും നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിഭീകരമായ ടാക്സ് ആണ് കേരളത്തിൽ ഈടാക്കുന്നത്, ഇന്ത്യയിൽ ഈടാക്കുന്നത്. അപ്പൊ ഈ എല്ലാ സാധനങ്ങളൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ടാക്സ് അടക്കണം, അതടക്കണം, ഇതടക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? പക്ഷെ കച്ചവടക്കാരെല്ലാം കാശുണ്ടല്ലോ. പരാതിയൊക്കെ നിലനിൽക്കുന്നെങ്കിൽ എല്ലാവരും ബെൻസും ജാഗ്വറും ഒക്കെ ഓടിച്ച് നടക്കുന്നില്ലേ? See, tax is always a cost of doing business in a country. കാരണം നമുക്ക് ഒരാൾക്കൊരു വിദ്യാഭ്യാസം കൊടുക്കാനും റോഡ് ഉണ്ടാക്കി കൊടുക്കാനും കെട്ടിടങ്ങൾ പണിഞ്ഞു കൊടുക്കാനും പോലീസിങ് നടപ്പിലാക്കാനും ഹെൽത്ത് കെയർ നടപ്പിലാക്കാനും ഒക്കെ സർക്കാരിന് പൈസ വേണം. ഈ എക്കോസിസ്റ്റം എലമെന്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലത്താണ് കച്ചവടം ഫ്ലറിഷ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കൊടുക്കുന്ന 30% ടാക്സ്, എനിക്ക് അതിലുള്ള പരാതി അത് പ്രോപ്പർലി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് മാത്രമാണ്. 30% ഇപ്പം 100 രൂപ ഞാൻ ഉണ്ടാക്കുമ്പോൾ 30% ഞാൻ സർക്കാരിന് കൊടുക്കുന്നെങ്കിൽ എനിക്ക് അതിനകത്ത് സന്തോഷമില്ലായ്മയൊന്നുമില്ല. പക്ഷേ ആ 30% നമ്മൾ നേരത്തെ പറഞ്ഞ എലിമെന്റ്സിലേക്ക് പോകണം. അത് പോകാതെ വരുന്നിടത്താണ് ആൾക്കാർ അസ്വസ്ഥരാകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അത് കുറേയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് എനിക്കിപ്പോൾ. നമുക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ നല്ല റോഡുകൾ, അതിദാരിദ്ര്യമില്ലാത്ത ഒരു ജനത, അത്യാവശ്യം നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട്, ഒരു നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം. ഇപ്പോൾ UK-യിലേക്ക് കഥകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുകയും നമുക്കൊരു എമർജൻസി ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അത്യാവശ്യം നല്ല പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. കുറേ ഇൻഫാക്ട് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത പോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കുറേയൊക്കെ ദ മണി ഈസ് അറ്റ് വർക്ക് എന്ന് പറയാം. ദർ ആർ കൺട്രീസ്, ഇപ്പം സിംഗപ്പൂരോ അല്ലെങ്കിൽ അയർലൻഡോ മൗറീഷ്യസോ ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ ടാക്സ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം, ടാക്സ് കുറയ്ക്കാൻ പറ്റിയേക്കാം. പക്ഷെ ദെൻ ഐ തിങ്ക് ഇന്ത്യയിലുള്ള മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയോ ടാലൻറ്റോ ഈ സ്ഥലങ്ങളിലൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. സോ ഇറ്റ്സ് എ പ്രോ ആൻഡ് കോൺ. യു ഹാവ് ടു വെയ്. എനിക്ക് ദുബായി പോയൊരു ബിസിനസ് തുടങ്ങാം, ആരും വേണ്ടെന്ന് പറയുന്നില്ല. ദുബായിൽ നിന്ന് പൈസ പുറത്തേക്ക് കൊണ്ടുവരാനും അകത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ വളരെ എളുപ്പമാണ്. റിപ്പാട്രിയേഷൻ ഓഫ് ഫണ്ട്സ് ഇസ് വെരി ഈസി ഇൻ ദുബായ്. ഡു ഐ ഗെറ്റ് ദ സെയിം ടാലൻറ്റ് ഇൻ ദുബായ്? സംടൈംസ് നോട്ട്, റൈറ്റ്? ഐ മീൻ ഒരു ഹൈ എൻഡ് നോളജ് വർക്കർ ലൈക്ക് ലൈഫ് സയൻസ് PhDs 10 പേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ദുബൈയിൽ കിട്ടാൻ പാടാണ്. അപ്പോൾ ആ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യ കൊടുക്കുന്നത്, അല്ലെ കേരളം സ്പെസിഫിക്കലി കൊടുക്കുന്നത്, ബിക്കോസ് ഓഫ് ദി എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് വി ഹാവ്. ഗിവ് ആൻഡ് ടേക്ക്. ഈ പരാതി പറയുന്ന ഒരാൾ, ഇപ്പം ഞാൻ പരാതി പറയുന്നവരോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദുബായി പോയി ചെയ്യൂ. അതെ,
ഈ ടാക്സ് പ്രശ്നങ്ങളില്ലല്ലോ. ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ദുബൈ പോയി ചെയ്യും. ആ. അല്ലാതെ എന്താ പറയുന്നത്? ഇപ്പൊ നമുക്കൊരു ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജോലി രാജിവെക്കും, അതെ. അല്ലേ? ഉം. എന്ന് പറയുന്ന പോലെയല്ലേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല, ഇത് നടക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെയാണോ നടക്കുന്നത് അവിടെ. കാരണം ഉം. നോബഡി ഈസ് ടൈങ് ഓൺടർപ്രണർ ടു എ പ്ലേസ്, ഉം. ഉം. അല്ലേ? ഞാനൊരു സംരംഭകനാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എന്നെ മാടി വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ സംരംഭകനെയും ഇവിടെ നിർത്തുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി അവർ ചെയ്യും. എല്ലാ സർക്കാരുകളും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രായപരിധി ഉണ്ടോ അതിന്? ഇപ്പോൾ നമ്മൾ 15 വയസ്സുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ 70 വയസ്സുള്ള ആൾക്കോ നമുക്ക് ഈ സേവനങ്ങളൊക്കെ ഈ 15 വയസ്സുള്ള കുട്ടിയുടെ കാര്യത്തിൽ നമ്മളൊരു കമ്പനി ഫോം ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഈ സഹായങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ 18 വയസ്സ് താഴെയുള്ളവർക്ക് കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ വി ഡോണ്ട് റെസ്ട്രിക്റ്റ് ബൈ ഏജ്. ആണ് 70 വയസ്സുള്ള ആൾക്കും നമ്മുടെ ഒരു ഐഡിയ മുകളിലേക്ക് പ്രായപരിധിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും വരാം. അത് ശരി. ആർക്ക് വേണമെങ്കിലും വരാം. അത് കാരണം അതിനകത്ത് നൗ ദാറ്റ് യു ഹവ് റേസ് ദാറ്റ് പോയിന്റ്, ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു ബഡ്ജറ്റ് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഈ പലപ്പോഴും അവരുടെ അറിവ്, അവരുടെ പണം, അവരുണ്ടാക്കിയിട്ടുള്ള നെറ്റ്വർക്ക്, ഇതൊന്നും നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്യുന്നില്ല. ഈ ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ നിങ്ങൾ ഒരു പുതിയ ഇന്നിങ്സ് തുടങ്ങുകയാണ്. നിങ്ങളാ ഉണ്ടാക്കിയപ്പോൾ ഇന്നലെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്നലെ ഒരു NIST എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇതിനെപ്പറ്റി ഒരു സെമിനാർ നടന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി സംസാരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ എന്നോടൊരു പ്രമുഖ ഗവേഷണ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മാഡം, സയൻറ്റിസ്റ്റാണ്, അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ 52-53 വയസ്സാവുന്നു, റിട്ടയർ ആകുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. കേരളത്തിലെ ഒരു പുരുഷൻ്റെ ആവറേജ് ഏജ് സ്പാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 78 വയസ്സാണെന്ന് തോന്നുന്നു. നമ്മൾ 55 വയസ്സിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒരു 23 വർഷം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിലൊരു 10 വർഷം തീർച്ചയായിട്ടും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതലായി ഈ സംരംഭകത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് പറയുന്നത്. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി, നമുക്ക് അങ്ങനെ അപ്പർ ലിമിറ്റ് പ്രായപരിധി എന്ന് പറയുന്ന സാധനം ഞങ്ങൾ വെച്ചിട്ടേ. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നതെന്നോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായി നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്ന ആനുകൂല്യങ്ങളുണ്ടോ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്നുള്ള ചോദ്യത്തിന് ഈ രണ്ട് ചോദ്യങ്ങളുടെ നല്ല ചോദ്യം. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ആക്ച്വലി ടൈ വിമൻ സമ്മിറ്റിൽ പോയിട്ട് വരികയാണ്. അപ്പം ഞാൻ ഈ ചോദ്യം അവിടെ ചോദിച്ചു. ഞാൻ ആക്ച്വലി അവരോട് ചോദിച്ചു, അവിടെ ഇരുന്ന ആസ്പയറിംഗ് വിമൻ ഓൺടർപ്രണേഴ്സ് ആയിരുന്നു ഇന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഹൗ മെനി ഓഫ് യു തിങ്ക് ദാറ്റ് ബോയ്സ് ആർ പ്രിവിലേജ്ഡ്? ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നു എന്ന് കരുതുന്ന എത്ര ആൾക്കാർ ഈ സദസ്സിലുണ്ട്? അവിടെ ഇരിക്കുന്ന 90% പെൺകുട്ടികളും കൈപൊക്കി. അതായത് ആൺകുട്ടികൾ ഒരു പ്രിവിലേജ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന 90% ആൾക്കാർ ഇന്ന് രാവിലെ കൂടി ഞാൻ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിലുണ്ടായിരുന്നു. വിച്ച് സർപ്രൈസ് മീ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഐ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഈക്വലിംഗ് ഔട്ട്. 2, നിങ്ങളുടെ മനസ്സിൽ വരുന്ന കേരളത്തിൽ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജനറേഷനിൽ ഇതല്ല. അതായത് എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ ഒരു ബിസിനസ്സുകാരനായിരുന്നു, അത് ഞാൻ അക്വയർ ചെയ്തു, അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ബ്രാൻഡല്ല. ഫ്രം സ്ക്രാച്ച് ഒരു ഫസ്റ്റ് ജനറേഷൻ വിമൻ ഓൺടർപ്രണർ ഹു ഹാസ് ക്രിയേറ്റഡ് എ ബ്രാൻഡ് ഔട്ട് ഓഫ് കേരള. ഒരു പേര് നിങ്ങൾ പറയാൻ പറഞ്ഞു. വീണയ്ക്ക് പറയാൻ പറ്റൂ? വി സ്റ്റാർ എന്ന് ഞാൻ പറയും. വി സ്റ്റാർ ആക്ച്വലി ഞാൻ ഇപ്പോഴും പറയും. വി ഗാർഡിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ടാണ് ഷീല മാഡത്തിന് തുടങ്ങാൻ പറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വീണയെ പോലെ ഒരാൾ ഹു ഹാസ് ഗോട്ട് നോ background in entrepreneurship. Correct. In terms of your husband, is your husband an entrepreneur? Yeah. He's an entrepreneur. Oh, he's an entrepreneur. Okay. Then if he's a very successful entrepreneur, you still have a chance, right? To get in because you're seeing that success. Yeah, true. പക്ഷെ അങ്ങനെ അല്ലാതെ ഞാൻ സ്കൂളിൽ പഠിച്ചു, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പേരൻസിന്റെ മകളാണ്. അവിടുന്ന് ഞാനൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടുണ്ട്. ഇങ്ങനെ ഒരു കഥ നമുക്കുണ്ടോ പറയാൻ? വളരെ അപൂർവമായിരിക്കും. കേരളത്തിലുണ്ടോ അങ്ങനെ ഒരെണ്ണം? കേട്ടിട്ടേ ഇല്ല. ശരിയാ, അങ്ങനെ ആലോചിക്കുമ്പോ ശരിയാ. എനിക്കൊരു പേരില്ല, എനിക്ക് പറയാനൊരു പേരില്ല. പക്ഷെ അവിടെ ഇരുന്നൊരു പെൺകുട്ടി അഹീന എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു ബൊട്ടീക്കിന്റെ കാര്യം പറഞ്ഞു, ആലപ്പുഴ ബേസ് ചെയ്തിട്ടുള്ള. ഇഹ എന്നാ തോന്നുന്നു, ഇഹ ഡിസൈൻസ് എന്ന് പറഞ്ഞു.
അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം മിലൻ കുറച്ച് ഉണ്ടെന്ന് സാധനം. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതും ആ ബ്രാൻഡ് വാല്യൂ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ എം ടോക്കിംഗ് അബൌട്ട് എ ബ്രാൻഡ് വാല്യൂ ദാറ്റ് എ വി ഗാർഡ് ഹാസ് ക്രിയേറ്റഡ് ഓർ എ സിന്തൈറ്റ് ഹാസ് ക്രിയേറ്റഡ്. അതുപോലത്തെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിമൻ ഓൺടർപ്രനർ കേരളത്തിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ആദ്യം പറഞ്ഞതാണ് അതിൻ്റെ റീസൺ. അതായത് ആ പ്രിവിലേജ്, ബോയ്സിന് എന്ത് പ്രിവിലേജ് കിട്ടുന്നോ അതേ പ്രിവിലേജ് കൊടുത്താണോ നിങ്ങൾ പെൺകുട്ടികളെയും വളർത്തുന്നത്? അവരെടുക്കുന്ന അതേ റിസ്കുകളാണോ പെൺകുട്ടികൾ എടുക്കുന്നത്? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണ എന്നും കുറഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ. ഞാനിന്ന് പറഞ്ഞത് അതാണ്. ഇനിയും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റാർട്ടപ്പ് മിഷനും പിന്നെ കുടുംബശ്രീയും ഒക്കെ എത്ര സ്കീമുകൾ കൊണ്ടുവന്നാലും ഈ ബേസിക് സോഷ്യൽ ഫാബ്രിക് മാറാതെ ഇതിലൊരു മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ഇന്ന് അവിടെ ഇരുന്ന സ്ത്രീകളോട് പറഞ്ഞ ഇതാണ്. സോ യു കണ്ടിന്യൂസ്ലി നെഗോഷിയേറ്റ്, you challenge your parents that I deserve the same treatment. You continuously challenge your husband saying that I will make more money than you by doing this. You tell your parents that I don't need to go for a job. I can as well do a business and make more money, right? And my life will be secure. ഈ നെഗോഷിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. കാരണം നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നു. എന്നാലും പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നു, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു, അവിടെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാവുന്ന ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതും കൂടെ കൂട്ടത്തിൽ പൊക്കോട്ടെ, അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പം അത് കുറച്ചുകൂടെ മാറി കരിയർ ഫസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പെൺകുട്ടികൾ വന്നു തുടങ്ങി. അതായത് മറ്റതൊക്കെ ഒന്ന് പുറകോട്ട് നിന്നാലും എനിക്ക് എൻ്റെ ജോലി പ്രധാനമാണ്, എൻ്റെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് എനിക്ക്. അടുത്ത സ്റ്റെപ്പായിട്ട് I think people will start venturing into more enterprise. ഇതൊരു സോഷ്യൽ ഫാബ്രിക് ആണ്. അത് മാറണമെങ്കിൽ ഒന്ന് കൂടുതൽ എക്സാമ്പിൾസ് വരണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെയാ, ഞാൻ ഇന്ന് അവിടെ നിന്ന് ഞാൻ അവിടെ ആലോചിക്കായിരുന്നു ആരുടെ പേര് ഞാൻ പറയും. അത്തരത്തിലുള്ള ബ്രാൻഡ് ഏതാണ് കേരളത്തിൽ നിന്നുള്ള? എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവിലും ഇല്ല ഇങ്ങനെ പറയും. അപ്പോൾ അതൊരു നമുക്കൊരു റിയലൈസേഷൻ അല്ലേ? അങ്ങനെയുള്ള 10 പേര് വരുമ്പോഴല്ലേ അടുത്ത തലമുറയെങ്കിലും ഇത് കണ്ട് രസകരമായിട്ട് വരട്ടെ. അതിനാര് ചെയ്യണം? അത് പേരൻസും ടീച്ചേഴ്സും ഈ പറയുന്ന ഒരു ജനറൽ സൊസൈറ്റി ഹാസ് ടു എനേബിൾ വിമൻ ടു തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഗിവ് ദം ദ പ്രിവിലേജ് ടു ആക്ട്. ഇനി ഒരു ലോൺ അവൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിക്ക് എനിക്ക് ഇവിടെ നിന്നൊരു ലോൺ കിട്ടണമെങ്കിലുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കും? ലോൺ അപ്ലൈ ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റിൽ ഇത് അതേ ഉള്ളൂ, അപ്ലൈ ചെയ്യുക. അതിനകത്ത് അവർ നോക്കും, ബേസിക്കലി ആ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ടാണ് ലോൺ തരുന്നത്. പക്ഷെ പൊതുവെ ലീനിയൻ്റ് ആണ്. ഒരുമാതിരി ഡീസൻ്റ് ആയിട്ടുള്ള റവന്യൂസ് നമുക്കുണ്ടെങ്കിൽ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ട് കാണത്തില്ല. പൊതുവെ അതിന് ലീനിയൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, KFC സ്റ്റാർട്ടപ്പുകൾക്ക് ഏകദേശം 10 കോടി രൂപ വരെയുള്ള കൊളാറ്ററൽ ഫ്രീ ലോൺ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്നത് ഒരു POയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ ഉണ്ട്, ലെറ്റ്സ് സേ 5 കോടി രൂപയുടെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ 5 കോടി രൂപയുടെ ഓപ്പറേഷണൽ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും KFC പിച്ചസ് ഇൻ ആൻഡ് ഗിവ്സ് ദാറ്റ് 5 crores. ആൻഡ് ഈ PO ആണ് നമ്മുടെ കൊളാറ്ററൽ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ വസ്തു എല്ലാം കൊടുത്താലേ ഇത് കിട്ടത്തുള്ളൂ. ഇത് അങ്ങനെയല്ല. കൊളാറ്ററൽ ഫ്രീ ആയിട്ട് POയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന 10 കോടി രൂപ വരെ 7% KFC വഴി ചെയ്യാൻ പറ്റും. അത് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. അത് ശരി. ഇനി ഗ്രാൻഡുകൾ എന്ന് പറയുന്നത് എത്ര രൂപയിൽ തുടങ്ങുന്നു, എത്ര രൂപ വരെ നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും? നമ്മൾ കൊടുക്കുന്ന പരമാവധി എമൗണ്ട് ഓഫ് ഗ്രാൻഡ് എന്ന് പറയുന്നത് 30 ലക്ഷമാണ്. പക്ഷെ അത് R&D ഗ്രാൻഡാണ്. അതായത് ട്രാൻസ്ലേഷണൽ റിസർച്ച്, PhD-കാർക്ക് നിങ്ങളുടെ ഒരു റിസർച്ച് ടോപ്പിക്കിനെ ഒരു ഉൽപ്പന്നമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ വരെ നമ്മൾ ഗ്രാൻഡ് കൊടുക്കും. പക്ഷേ അല്ലാതുള്ള സാധാരണ പ്രോഡക്റ്റുകൾ നമ്മൾ പരമാവധി കൊടുക്കുന്ന ഗ്രാൻഡ് 15 ലക്ഷം രൂപയാണ്. നമ്മളത് 25 ആക്കണമെന്ന് പറഞ്ഞ് സർക്കാരിലേക്കൊരു അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു വർഷത്തിനകമെങ്കിലും അത് 25 ലക്ഷം രൂപയായിട്ട് മാറും. ആണ്. അപ്പോൾ ഇനിയൊരു എന്താ പറയുക, ബിസിനസ് സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അതനുസരിച്ചുള്ള ഒരു അവെയർനെസ് കുട്ടികളിലേക്ക് ഉണ്ടാകണമെന്ന് പറയുന്നു. ഈ മാറ്റം വരുമെന്ന് വളരെ പോസിറ്റീവായി, വളരെ അടുത്ത ഒരു 10 വർഷത്തിൽ അല്ലെങ്കിൽ 20 വർഷത്തിൽ ഈ മാറ്റങ്ങൾ വളരെ പ്രോഗ്രസീവായി, വളരെ പോസിറ്റീവായി ഇവിടെ കാണാൻ പറ്റുമെന്ന് സാറിന് കോൺഫിഡൻസ് ഉണ്ട്? 100%. കാരണം വേറൊന്നും കൊണ്ടല്ല ഞാനത് പറയുന്നത്. നമ്മൾ എല്ലാ കാലവും ത്രൈവ് ചെയ്തിരുന്നത് ഒരു മൈഗ്രേറ്ററി ട്രെൻഡ് വെച്ചിട്ടാണ്. അതായത് ഒരു കാലത്തത് മദ്രാസിലേക്കും ബോംബെയിലേക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് ഗൾഫിലേക്കായി, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് US-ലേക്കും മറ്റ് യൂറോപ്യൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങൾ, ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നു. ഇപ്പം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് ഒരു ഡീഗ്ലോബലൈസേഷൻ ട്രെൻഡാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും അവരവരുടെ ജോലികൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഞാൻ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ഭരണാധികാരികൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച UK ഹാസ് മെയ്ഡ്
നേരത്തെ 5 വർഷത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന പെർമനന്റ് റെസിഡൻസി അവരിപ്പോൾ 10 വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അത് തന്നെ 10 വർഷം കഴിയുമ്പോൾ എന്താവും നമുക്കറിയില്ല. സോ UK റിഫോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സാധനം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാനഡയിൽ ഇതേ പ്രശ്നങ്ങൾ നമ്മൾ നടക്കുന്ന കണ്ടിട്ടുണ്ട്. US പോസ്റ്റ് ട്രംപ് സെനാരിയോയിൽ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവർ അതിനെ കൊണ്ടുവന്നു. യൂറോപ്പ് വിൽ ഓൾസോ ഗോ ഇൻ ദോസ് ലൈൻസ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് നമ്മൾക്ക് ജോലി എടുക്കേണ്ട ഒരു സെനാരിയോ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്രഡിക്ഷൻ. 1. 2, AI എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, അതൊരു വലിയ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ ഇന്ന് കാണുന്ന പല ജോലികളും AI ചെയ്യും എന്നുള്ളത് നമ്മളിപ്പം വായിച്ചും കേട്ടും അറിയുന്നുണ്ട് അല്ലേ? പക്ഷെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ AI ഉപയോഗിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം പണ്ട് എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ നമ്മുടെ ഓഫീസിൽ അഭിഷേകിനോട് പറഞ്ഞ് അഭിഷേകിൻ്റെ കാല് പിടിച്ച് ഈ കളർ മാറ്റൂ, അത് ഇങ്ങോട്ട് മാറ്റൂ, ഇങ്ങോട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരു 1-2 മണിക്കൂർ നീളുന്ന ഒരു പ്രോസസ്സിലേ എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ ക്യാൻവയിലേക്ക് കയറുന്നു, 5 മിനിറ്റ് കൊണ്ട് എനിക്കൊരു പോസ്റ്റർ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ള ഫെസിലിറ്റി എനിക്ക്. അപ്പം ഡിസൈനർ എന്ന് പറയുന്ന പണ്ട് ഞാൻ ആലോചിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു ജോലി ഞാൻ ഇന്ന് സ്വയം ചെയ്യുന്നു അല്ലേ? കണ്ടന്റ് ക്രിയേഷൻ സെയിം തിങ് അപ്ലൈസ്, വീഡിയോ ജനറേഷൻ സെയിം തിങ് അപ്ലൈസ്, റൈറ്റ്? മ്യൂസിക് ജനറേഷൻ സെയിം തിങ് അപ്ലൈസ്. ഇതെല്ലാം കൂട്ടിച്ചേർക്കണോ? സെയിം തിങ് അപ്ലൈസ്. പാട്ടും ഡിസൈനും വീഡിയോയും എല്ലാം അടങ്ങുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിം എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ അല്പം മെനക്കെട്ടാ എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ലോകത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേർ യു ആർ വിൽ നോട്ട് മാറ്റർ, യു വിൽ ബി ഏബിൾ ടു മേക്ക് മണി. ഇപ്പം നമ്മൾ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മണി ഡിസ്പാരിറ്റി ആണ്. ആ മണി ഡിസ്പാരിറ്റി ഒക്കെ അങ്ങ് നിൽക്കും. എവിടെ നിന്നായാലും നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ, ഈ പറയുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള കഴിവുകളുണ്ടെങ്കിൽ എവിടെ ഇരുന്നും നമുക്ക് നല്ല കാശുണ്ടാക്കാൻ കഴിയും. സോ ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് ഇഫ് യു ക്യാൻ ആക്ച്വലി ഗോ അപ്പ് ദാറ്റ് ലാഡർ, ആ ഒരു ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ നിന്ന് തന്നെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന കോൺഫിഡൻസ് എന്ന് മലയാളി കുട്ടികൾക്ക് ഉണ്ടാകുന്നു, അന്ന് അവർ ഇവിടെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഐ തിങ്ക് സയൻസ് ആർ ഹാപ്പി. ആൾക്കാർ ഇതെല്ലാം റോൾ മോഡലുകളിൽ നിന്നാണല്ലോ. 10 പേരത് ചെയ്ത് കാണുമ്പോഴത്തേക്കും 11ാമനും തോന്നും അപ്പോൾ എനിക്കും അത് ചെയ്യാമല്ലോ. അങ്ങനെയാണ് അതൊരു റെവല്യൂഷൻ പോലെ മാറുന്നത്, വിച്ച് വിൽ ഹാപ്പൻ. ഇതിനിടയിൽ ഒരു വളരെ ഫണ്ടമെന്റൽ ആയ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അതായത് സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ പലരെയും പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ ഒരു IT സെറ്റപ്പാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയ്ക്കോ ന്യൂ ഏജ് മീഡിയയ്ക്കോ ആണ് ഇവിടെ ഒരു വെൽക്കമിങ് ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ പലരുടെ ഇടയിലും ഉണ്ട്. ഏത് മേഖല, ഇറസ്പെക്റ്റീവ് ഓഫ് ഏതാണോ സെക്ടർ എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാ മേഖലയെയും വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണോ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ? എല്ലാ മേഖലയും വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ സാങ്കേതിക വിദ്യ എന്നൊരു എലിമെന്റ് ഉണ്ടാകണം. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു MSME ആണ്. അത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഞാനിപ്പോൾ എനിക്കൊരു എന്താ പറയുന്ന ഒരു റൈസ് മില്ലുണ്ട്, ഞാൻ വേറൊരു റൈസ് മില്ല് തുടങ്ങുന്നു. ദാറ്റ് ഈസ് എൻ MSME, റൈറ്റ്? ബിക്കോസ് ദ ബിസിനസ് മോഡൽ ഓൾറെഡി എക്സിസ്റ്റ്. പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് മാത്രമല്ല. അതായത് വിവരസാങ്കേതിക വിദ്യ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും അത് മാത്രമല്ല. ദർ ഇസ് മെറ്റീരിയൽ സയൻസസ് അല്ലേ? നമുക്കൊരു പുതിയ എൻജിൻ ഉണ്ടാക്കണം, അതിന് ഞാനൊരു പുതിയ അലോയ് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നശിക്കാത്ത പിച്ചാത്തി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റൽ ഞാൻ കണ്ടെത്തുന്നു. ദാറ്റ് ഇസ് എ ഇന്നോവേഷൻ അല്ലേ? ഒരു പുതിയ ഡ്രഗ് ഞാൻ കണ്ടെത്തുന്നു, ദാറ്റ് ഇസ് ലൈഫ് സയൻസ് ഇന്നോവേഷൻ, ബയോടെക്നോളജിക്കൽ ഇന്നോവേഷൻ. പുതിയൊരു തരം വിത്ത് ഞാൻ കണ്ടെത്തുന്നു, ഇട്ടാൽ ഉടൻ പിറ്റേന്ന് തന്നെ മുളയ്ക്കുന്നു, 10 ദിവസത്തിനകം കായ്ക്കിത്ത വേണ്ട എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻ അഗ്രോ ഇന്നോവേഷൻ, റൈറ്റ്? ഇതെല്ലാം ടെക്നോളജിയാണ്. അപ്പോൾ നമ്മൾ ടെക്നോളജിയെ വിവരസാങ്കേതിക വിദ്യ എന്നുള്ള രീതിയിലേക്ക് മാത്രം കാണരുത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് സാങ്കേതിക വിദ്യകൾ, അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഓപ്റ്റിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ഉണ്ട്. ഇതിനെയും കൂടി കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ടെക്നോളജി എന്ന വാക്കിനെ വായിക്കാൻ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് വളരെ പേഴ്സണൽ ആയിട്ടൊരു ചോദ്യം കൂടെ. സാർ ഒരു ഓണ്ടർപ്രണറായി, ഒരു ബിസിനസ്സുകാരനായി, അതിനുശേഷം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആയ ആളാണ്. എന്തായിരുന്നു ആ ഒരു ജേർണിയിൽ നേരിട്ട ചലഞ്ചസ്, ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ ഒരു ഫസ്റ്റ് ജനറേഷൻ അങ്ങനെ പറഞ്ഞുകൂടെ, എൻ്റെ അപ്പൂപ്പനൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം ഒരു പെയിൻറ് ആൻഡ് ഹാർഡ്വെയർ കട നടത്തുന്ന ഒരു ട്രേഡറായിരുന്നു. അപ്പോൾ അത് ഒരു റോൾ മോഡലായിട്ട് എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഐ വാസ് നോട്ട് ലീനിങ് ഓൺ ഹിസ് മണി ടു ബിൽഡ് മൈ ബിസിനസ്, ബട്ട് ഇൻ ദാറ്റ് വേ ഐ വാസ് എ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ. എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. ദ ഫസ്റ്റ് ചാലഞ്ച് ഇസ് ടു കൺവിൻസ് ദ വേൾഡ്
ദാറ്റ് ഐ എം റെഡി ടു സ്റ്റാർട്ട് ആൻഡ് യു ഷുഡ് ലെറ്റ് മീ സ്റ്റാർട്ട്. നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇതാണ് ആദ്യത്തെ ചാലഞ്ച്. അതെ. അത് പറഞ്ഞു വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ അന്ന് US വർക്ക് ചെയ്യുകയാണ്, തിരിച്ചു വന്ന് തുടങ്ങുകയാണ്. അതൊരു വലിയ ഒരു ആൾക്കാർക്ക് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അതിനെ കണ്ടത്. ദാറ്റ് വാസ് ദ തിങ്. സോ യു നീഡ് ടു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇതെന്താണ്, ക്യാപിറ്റൽ വേണം. എവിടുന്ന് ക്യാപിറ്റൽ ഉണ്ടാവും? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത്രയും വർഷത്തെ എൻ്റെ ഒരു വർക്ക് കണ്ടും ആ ഗുഡ് വില്ലും ഫ്രണ്ട്സ് ഒക്കെ കൂടെ പൈസ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എനിക്ക് അത്ര ബുദ്ധിമുട്ട് വന്നില്ല. അതൊരു വലിയ ചാലഞ്ചാണ്, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അന്ന് എനിക്ക് 25 ലക്ഷം രൂപ മതിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതേ കാര്യം ചെയ്യാൻ പ്രോബ്ലി എനിക്കൊരു 1 കോടി രൂപ അടുപ്പിച്ച് വേണ്ടി വരും. അത്രയും പൈസയ്ക്കുള്ള ചെക്ക് ആൾക്കാരെ നിങ്ങളെ വിശ്വസിച്ച് എഴുതുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് ദാറ്റ് ബിക്കംസ് ദ നെക്സ്റ്റ് ചാലഞ്ച്. ഒരിക്കൽ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ യുവർ നെക്സ്റ്റ് തിങ് ഇസ് ടു ഗെറ്റ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ലോകത്താരും അറിയാത്തൊരു കമ്പനി ഏതോ ഒരുത്തം വന്ന് തുടങ്ങി ഇച്ചിരി പൈസയും വെച്ച്. അവിടെ ഞാൻ എന്തിനു പോയി ജോയിൻ ചെയ്യണം? So to attract the right kind of people into your company, to get the right workforce becomes your next challenge. ഓക്കെ, കൊള്ളാവുന്നവരെയൊക്കെ ഹയർ ചെയ്ത് അവരെ ട്രെയിൻ ചെയ്തു. അത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? പ്രോഡക്റ്റ് ഉണ്ടാക്കണം. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ വേറൊരു ചാലഞ്ചാണ്. അതിൽ പല 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 പ്രശ്നങ്ങൾ വരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം, മാർക്കറ്റിന് അത് വേണ്ടി വരില്ല, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ ആൾക്കാർ കളഞ്ഞിട്ട് പോവാം. സോ ദർ ആർ സോ മെനി ചാലഞ്ചസ് ഇൻവോൾവ് ഇൻ ബിൽഡിംഗ് എ പ്രോഡക്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ബിക്കംസ് എ ചാലഞ്ചിങ് തിങ് ടു മാർക്കറ്റ് ആൻഡ് സെയിൽ. അപ്പോൾ ഇവിടെ എല്ലാം എനിക്ക് സത്യത്തിൽ അത്ര ഈസി ആയിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ റേസ് ചെയ്ത് മാത്രമാണ്. ബാക്കി എല്ലാം ഇസ് എ അപ്പ് ഹിൽ ബാറ്റിൽ. മുകളിലോട്ട് നമ്മളിങ്ങനെ പതുക്കെ നടന്നു കയറുന്ന ഒരു ബാറ്റിലായിരുന്നു. ഇനി അതെല്ലാം കഴിയുമ്പോഴും നമ്മളൊരു യു ആർ അറ്റ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ് ഓഫ് യുവർ ഗ്രോത്ത് ആൻഡ് ദെൻ സഡൻലി സംതിങ് വെരി അൺഫോർസീൻ ഹാപ്പൻസ്. അതായത് നമ്മുടെ ഒരു കസ്റ്റമർ ബാങ്ക്രപ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പറയുന്നു, ഓക്കെ, CEO മാറുന്നു, അയാൾ പറയുന്നു ഇനി തൊട്ട് ഞാൻ ഇന്ത്യ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ യുക്രൈനുമായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ബിക്കംസ് യുവർ ഗ്രോത്ത് ചാലഞ്ച്. അതായത് സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യും. എന്താ, നമ്മൾ 100 പേരുണ്ട്, നമുക്ക് അത്യാവശ്യം പൈസ വരുന്നുണ്ട്, എന്നാൽ ശരി ഒരു 50 പേരെയും കൂടെ ഹയർ ചെയ്യാം, 150 ആവാം എന്നൊക്കെ പറയുമ്പോഴായിരിക്കും ഈ 50 പേരുടെ ഇത് അടിയിൽ കൂടെ അങ്ങ് പോകുന്നത്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ചാലഞ്ച്. സോ ദാറ്റ് ബിക്കംസ് എ കൈൻഡ് ഓഫ് ലൈക്ക് എ റിസ്ക് മാനേജ്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള നമ്മുടെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് അവർ വലിയ ചോദ്യം പറച്ചിലൊന്നുമില്ല, കാശ് ആദ്യം തന്നു. ഇതായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ബട്ട് എവറിത്തിങ് എൽസ് വാസ് എൻ അപ്പിൽ ബാറ്റിൽ. And what is the current status of your company? So I had 2 companies. ഞാൻ ആദ്യം തുടങ്ങിയ കമ്പനി 2015 ഒരു US കോർപ്പറേഷൻ വന്ന് അക്വയർ ചെയ്തു. രണ്ടാമത് തുടങ്ങിയ കമ്പനി 2022 ഒരു US കോർപ്പറേഷൻ വന്ന് അക്വയർ ചെയ്തു. So far വളരെ 2 കമ്പനികളും acquired ആയി. And the first one was an okay exit. The second one was a reasonable exit. അപ്പോൾ ഏതായാലും ആ ഒരു പേഴ്സണൽ ചോദ്യത്തോടു കൂടി നമ്മളിന്ന് ഇൻ്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ആഗ്രഹമുള്ളവർക്ക്, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്കും വ്യക്തമായ ഒരു ഐഡിയ ഉള്ളവർക്ക് ഒരിക്കലും ഒന്നും ഒരു തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കമുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും 100% ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്റിലുകളൊക്കെ തരണം ചെയ്ത് എല്ലാവർക്കും മുന്നോട്ട് വരാനും ഒരു ഓൺടർപ്രണർ ആകാനും ഒരു ബിസിനസ്സുകാരനാകാനും ഒക്കെ സാധിക്കട്ടെ. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് സർ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you, Veena. Thanks for having me. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.